ശരിക്കും പറഞ്ഞാല് ഒന്ന് മേല് വിളിച്ച് പോയി കിടന്നുറങ്ങാനുള്ള ആവതേ ഉള്ളൂ. നല്ല ടയേർഡാണ്. പക്ഷേ ഇന്നെൻ്റെ ഹെയർ വാഷിംഗ് ഡേ ആയിരുന്നു കേട്ടോ. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഹെയർ കുഞ്ഞു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവും കേട്ടോ. ഇതുപോലത്തെ മൈക്രോ ഫൈബറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടൗൾസ് വെച്ചിട്ട് വേണം ഹെയർ തുടച്ചെടുക്കാനായിട്ട്. ഭയങ്കര ഫോഴ്സ് കൊടുത്ത് കെയർലെസ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാനൊന്നും പാടില്ല. ടൗൽ വെച്ച് പതുക്കെ ഒപ്പിയെടുക്കാനൊക്കെ പാടുള്ളൂ. പ്രത്യേകിച്ച് ട്രീറ്റഡ് ഹെയറിൻ്റെ ടെക്സ്ചർ നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു മേക്ക് മീ ബോൾഡിൻ്റെ ഹെയർ ഡ്രയർ. ഹെയർ ഡ്രയർ മാത്രമല്ല 2-in-1 ആണ്. ഇതിനകത്ത് സ്ട്രെയിറ്റ്നറും ഉണ്ട്, പിന്നെ ഹെയർ ഡ്രയറും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയായിരുന്നു ഇത് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ സ്ട്രെയിറ്റ്നർ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഇടയ്ക്ക് എങ്ങാനും സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് മാത്രം. ഇന്ന് നല്ല ബിസി ഡേ ആയതുകൊണ്ട് കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം വരുന്നതുകൊണ്ടാണ് കേട്ടോ നനഞ്ഞ ഹെയറിൽ കിടക്കണ്ടെന്ന് ഓർത്ത് ഹെയർ ഡ്രയർ യൂസ് ആക്കിയത്. പിന്നെ ട്രീറ്റഡ് ഹെയറിൽ ഏത് ഷാമ്പൂ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. മെട്രിക്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ.